വാർത്തകൾ വിശദമായി. കാട്ടാക്കട കോളേജിലെ ആൾമാറാട്ട വിവാദത്തിൽ പ്രതി വിശാഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ. താൻ നിരപരാധിയാണ്, പ്രിൻസിപ്പലിന്റെ നടപടിയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് വിശാഖ് ജാമ്യാപേക്ഷയിൽ പറയുന്നു. എന്നാൽ അറസ്റ്റ് തടയാനാകില്ലെന്ന് പറഞ്ഞ കോടതി കേസ് പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി. വിവരങ്ങളുമായി ടി അശ്വതി ചേരുന്നു. അശ്വതി, വിശാഖിന്റെ ജാമ്യാപേക്ഷയിൽ എന്താണ് എടുത്തുകാട്ടുന്നത്? വിശാഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. താൻ നിരപരാധിയാണ്, അതുപോലെ തന്നെ പ്രിൻസിപ്പലിന്റെ നടപടിയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും വിശാഖ് പറയുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ വിജയിച്ച സ്ഥാനാർത്ഥി സ്വമേധ്യ പിന്മാറിയത് കൊണ്ടാണ് തന്റെ പേര് പ്രിൻസിപ്പൽ ആ സ്ഥാനത്തേക്ക് ചേർത്തത്. തെരഞ്ഞെടുപ്പ് നടക്കാതെ ഏകകണ്ഠമായാണ് സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഒപ്പം കേസിൽ തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും വിശാഖ് തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേസിൽ അറസ്റ്റ് തടയണമെന്ന വിശാഖിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. പ്രിൻസിപ്പലാണ് ഉത്തരവാദിയെന്ന് വിശാഖ് കോടതിയിൽ വാദിച്ചു. ഈ വിശാഖിന്റെ പേരെഴുതി വെച്ചിട്ട് പ്രിൻസിപ്പൽ എന്ത് കാര്യമെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബെറ്റർ കുര്യൻ തോമസ് ചോദിക്കുകയാണ് ഉണ്ടായത്. ഈ മുൻകൂർ ജാമ്യ ഹർജി പോലീസിന്റെ നിലപാട് അറിയിക്കാൻ വേണ്ടി ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരി അശ്വതി.